പത്തനംതിട്ട പുല്ലാട് ജിയാൻജി നിക്ഷേപ തട്ടിപ്പ് കേസിൽ 2 പ്രതികൾ പോലീസിൽ കീഴടങ്ങി. ജിയാൻജി ഫിനാൻസിന്റെ ഡയറക്ടർമാരായ തെള്ളിയൂർ ശ്രീരാമസദനത്തിൽ ഡി ഗോപാലകൃഷ്ണൻ നായർ, മകൻ ഗോവിന്ദ് ജി നായർ എന്നിവരാണ് തിരുവല്ല ഡിവൈഎസ്പി ഓഫീസിൽ കീഴടങ്ങിയത്. വിവരമറിഞ്ഞ് നിരവധി പരാതിക്കാരും പോലീസ് സ്റ്റേഷനിലെത്തി. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് പുല്ലാട് ജിയാൻജി നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രതികളായ അച്ഛനും മകനും തിരുവല്ല ഡിവൈഎസ്പി എസ് അർഷാദ് മുൻപാകെ കീഴടങ്ങിയത്. വിശദമായി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതികൾ കീഴടങ്ങിയ വിവരമറിഞ്ഞ് നിരവധി പരാതിക്കാരും പോലീസ് സ്റ്റേഷനിലെത്തി. ഇവർ സ്റ്റേഷനു മുന്നിൽ ബഹളമുണ്ടാക്കുകയും ചെയ്തു. 100 കോടിയിലേറെ രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ ആകെ 4 പ്രതികളാണുള്ളത്. പോലീസിൽ കീഴടങ്ങിയ ഗോപാലകൃഷ്ണൻ നായർ കേസിലെ 1-ാം പ്രതിയും മകൻ ഗോവിന്ദ് ജി നായർ 3-ാം പ്രതിയുമാണ്. 2-ാം പ്രതിയും ഗോപാലകൃഷ്ണൻ നായരുടെ ഭാര്യയുമായ സിന്ധു വി നായർ, 4-ാം പ്രതിയായ മരുമകൾ ലക്ഷ്മി ലേഖകുമാർ എന്നിവരാണ് ഇനി കേസിൽ പിടിയിലാകാനുള്ളത്. ഇതിൽ ലക്ഷ്മി 2 മാസം മുൻപ് ബഹ്റിനിലേക്ക് പോയതായാണ് വിവരം. അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ച ജിയാൻജി ഫിനാൻസ് ഉടമകൾ പിന്നീട് സ്ഥാപനം പൂട്ടി മുങ്ങിയെന്നായിരുന്നു പരാതി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിലായി സ്ഥാപനത്തിന്റെ 48 ശാഖകളാണ് പ്രവർത്തിച്ചിരുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.